Hello, today we are going to do the last part in linked list, which is called the doubly linked list. Okay, doubly linked list. അപ്പോൾ നോർമൽ ലിങ്ക് ലിസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി സർക്കുലർ ലിങ്ക് ലിസ്റ്റ് കഴിഞ്ഞു. ഓരോന്നിൻ്റെ ഗുണങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ you can read here, in the normal linked list, we can traverse the list only one way or in one direction, beginning with a start node. Okay, the location LOC of the node, one can through the location, this is through the location LOC of node, one can access the next node by link of LOC but does not have access to the preceding node without traversing the list. ഇതിൻ്റെ അർത്ഥം നമുക്ക് സാധാരണ ലിങ്ക് ലിസ്റ്റ് നമ്മൾ പഠിച്ചതിൽ ഒരു ഡിറക്ഷനിലേക്കാണ് പോകാൻ പറ്റുള്ളൂ. അതെവിടെ നിന്നായിരുന്നു? സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങി. അതുപോലെ നമുക്ക് എന്തായിരുന്നു അറിയാം? ലൊക്കേഷൻ, ഒരു നോഡിൻ്റെ ലൊക്കേഷൻ അറിയാമെങ്കിൽ നമുക്ക് അടുത്ത നോഡ് എടുക്കാം. സപ്പോസ് ദിസ് ഇസ് ദ നോഡ്, ദ അഡ്രസ് ഇസ് 10, ദ അഡ്രസ് ഇസ് 20 ഹിയർ, ദിസ് ഇസ് 20. അപ്പോൾ നമുക്ക് LOC 10 ആണെങ്കിൽ, അതായത് ഈ നോഡാണെങ്കിൽ, if this is the node, if what is link of LOC? Link of LOC, the link of LOC is 20. That means it points to the next node. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് LOC അറിയാമെങ്കിൽ ലിങ്ക് ഓഫ് LOC വെച്ച് നമുക്ക് അടുത്ത നോഡിനെ ആക്സസ് ചെയ്യാം. അടുത്ത നോഡിനെ ആക്സസ് ചെയ്യാം. ദാറ്റ് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ നോർമൽ ലിങ്ക് ലിസ്റ്റ്. ഇൻ എ 2-way ലിങ്ക് ലിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഡബ്ലി ലിങ്ക് ലിസ്റ്റിൻ്റെ വേറെ പേരാണ് 2-way ലിങ്ക് ലിസ്റ്റ് ഓർ ഡബ്ലി ലിങ്ക് ലിസ്റ്റ്. Traversal is possible in two directions, that is in the forward direction and in the backward direction. Forward direction, the traversal starts from the beginning of the list to the end, and backward direction, the traversal starts from the end of the list to the beginning. അപ്പം സ്റ്റാർട്ടിൽ നിന്നും എൻഡിലേക്ക് പോവാം, എൻഡിൽ നിന്നും സ്റ്റാർട്ടിലേക്കും പോവാം. അപ്പോൾ രണ്ട് ഡയറക്ഷനിലും പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ LOC അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് നോഡിനെയും പ്രിസീഡിങ് നോഡിനെയും ആക്സസ് ചെയ്യാം. ദാറ്റ് ഇസ് ദ അഡ്വാൻറ്റേജ് ഇൻ എ ഡബ്ലി ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ LOC അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് നോഡിനെയും കിട്ടും, പ്രീവിയസ് നോഡിനെയും കിട്ടും. ഇതിനകത്ത് അങ്ങനെ പറ്റില്ല. LOC അറിയാം, അവിടം വരെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് വരണം. എന്നിട്ട് നമ്മൾ വേറെ പോയിന്ററൊക്കെ വെച്ചിട്ട് വേണം ഈ പ്രീവിയസ് നോഡിനെ എടുക്കാൻ. ഇവിടെ LOC അറിയാമെങ്കിൽ നമുക്ക് ഈ പോയിന്റർ വെച്ച് ഇവിടെ ലിങ്ക് ഓഫ് LOC എന്ന് പറയുന്ന പോലെ ബാക്ക് ഓഫ് LOC വെച്ചിട്ടും നമുക്ക് പ്രീവിയസ് നോഡിനെ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ സേവ് പോയിന്റർ ഒന്നും വേണ്ട. സോ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ഡബ്ലി ലിങ്ക് ലിസ്റ്റ്. അതായത് നമുക്ക് LOC അറിയാമെങ്കിൽ യു ക്യാൻ ആക്സസ് ദ നെക്സ്റ്റ് നോഡ് ആൻഡ് ദ പ്രിസീഡിങ് നോഡ്. ദസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിലീറ്റ് N ഫ്രം ദ ലിസ്റ്റ് വിതൗട്ട് ട്രാവേഴ്സിങ് എനി പാർട്ട് ഓഫ് ദ ലിസ്റ്റ്. അപ്പം ട്രാവേഴ്സ് ചെയ്ത് വരണ്ട. മറ്റേതായിരുന്നെങ്കിൽ നോർമൽ ലിങ്ക് ലിസ്റ്റിലാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും നോഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടം വരെ ട്രാവേഴ്സ് ചെയ്ത് വരണം. അപ്പം അതിൻ്റെ പ്രീവിയസ് നോഡിന് നമ്മളൊരു ഡിഫറെൻറ്റ് പോയിന്റർ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ആ LOC വരെ എത്തിയ ശേഷം പ്രീവിയസിന് നമുക്കൊരു പുതിയ പോയിന്റർ വെച്ച് ചെയ്യും. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് യു ഹാവ് 2 pointers. One pointer will indicate the next node, and the back pointer will indicate the previous node. അപ്പോൾ നമുക്ക് എളുപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രാവേഴ്സ് ചെയ്ത് അവിടം വരെ വരണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി എങ്ങനെയാണ്? The 2-way list is a linear collection of data elements called nodes. മറ്റേ പോലെ തന്നെ ഒരു ലീനിയർ കളക്ഷൻ ആണ്. ഓരോന്നിനെ നമുക്ക് നോഡ്സ് എന്നാണ് പറയാം. ഒരു നോഡിൽ എന്തൊക്കെ ഉണ്ടാവും? ഇൻഫോ പാർട്ട്, എ ഫോർവേഡ് പോയിന്റർ ആൻഡ് എ ബാക്ക് പോയിന്റർ. മറ്റേ നോർമലിൻ്റെ അകത്ത് നമുക്ക് ഇൻഫോ പാർട്ട് ഉണ്ടായിരുന്നു ആൻഡ് എ ലിങ്ക് പാർട്ട്. ഓക്കെ, അതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു നോഡ്, ഇത് നോർമൽ നോഡിന്, ഇത് ഇൻഫോ, ദിസ് ഇസ് ഇൻഫോ ആൻഡ് ദിസ് ഇസ് ലിങ്ക് പാർട്ട്. ബട്ട് ഹിയർ വി ഹാവ് 3 parts. This is the info part. Okay, forward you have this and back. Okay, ചില ബുക്കിലൊക്കെ ഇത് ഇൻഫോയും ഇത് ഫോർവേഡ് ഇത് ബാക്ക്വേർഡ് ആയിട്ട് വെച്ചു. ഇറ്റ്സ് ഓക്കെ, നമുക്കിത് സൗകര്യത്തിന് ഇത് ബാക്ക് ഇത് ഫോർവേഡ് ആക്കാം. ഇവിടെ അഡ്രസ്സ് കിടക്കുന്നേ ഉള്ളൂ. സോ ദ ലിസ്റ്റ് ഹാസ്, ഇത് കൂടാതെ ദ ലിസ്റ്റ് ഓൾസോ ഹാസ് 2 pointers called the first and the last pointer. First and the last pointer pointing to the first node in the list and last points to the last node in the list. അപ്പം ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതാണ് ലിങ്ക് ലിസ്റ്റ്. ഓരോ നോഡ് ഇവിടെ നമുക്ക് നോക്കുക, ഡബ്ലി ലിങ്ക് ലിസ്റ്റ്. ഓരോ നോഡിന് 3 ഭാഗമുണ്ട്: ഇൻഫോ പാർട്ട്, ബാക്ക് പാർട്ട് ആൻഡ് ഫോർവേഡ് പാർട്ട്.
അപ്പം ഫോർവേഡിൻ്റെ അകത്ത് ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ഫോർവേഡിൻ്റെ അകത്ത് യു വിൽ ഹാവ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ്. ഓക്കെ, ബാക്ക്വേർഡിൻ്റെ അകത്ത് ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ഇതിൻ്റെ ഫോർവേഡിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, ബാക്ക്വേർഡിലാണെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ഇത് കൂടാതെ ദേ ഹാവ് 2 pointers called the first and the last. First contains address of the first node and the last contains address of the last node. അപ്പോൾ ഇവിടെ നൾ അല്ലെങ്കിൽ നൾ പോയിന്റർ അല്ലെങ്കിൽ 0 എന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബാക്കിലൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, ഇതിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നില്ല. ഇതിൻ്റെ ആരോ തെറ്റി. ദിസ് പോയിന്റ്സ് ടു ദിസ് നോഡ്. ഓക്കെ, ഇവിടേക്ക് നമുക്ക് വരുന്നില്ല, ബാക്ക് പോയിന്ററിലേക്ക് വരുന്നില്ല, അതുകൊണ്ട് 0 കൊടുക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കുമ്പം ഐ വിൽ ഷോ യു ഹൗ ഇറ്റ് ഇസ് ഡൺ. അപ്പം ലെറ്റ് മീ ഡ്രോ ദാറ്റ് ആൻഡ് ഷോ യു എ സ്മോൾ pointer which I can show you here. This is the first node. We have 4 nodes. Each node is divided into 3 parts. Okay, let the addresses of the nodes be 5, then address 3, then address 8, then address 4. അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഫസ്റ്റിൽ എന്തായിരിക്കും വരിക? ഫസ്റ്റ് വിൽ കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്, ലാസ്റ്റ് വിൽ കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദ ലാസ്റ്റ് നോഡ്. ദാറ്റ് മീൻസ് ദിസ് പോയിന്റ്സ് ടു ദിസ് നോഡ്, ഫസ്റ്റ് പോയിന്റ്സ് ടു ദിസ് നോഡ്. ഓക്കെ, ഇനി നമുക്ക് ഫോർവേഡും ബാക്ക്വേർഡും പോയിന്റ് എടുക്കണം. അപ്പോൾ ആദ്യം ഫോർവേഡ്സ് ഫില്ല് ചെയ്യാം. അതായത് ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും വരിക? It will be 3. That means it points to this node. ഇനി ഇതിൻ്റെ അകത്ത് എന്താ വരിക? 8. It points to this node. And this will contain 4 which points to this node. ഇനി ബാക്ക്വേർഡ് ആണെങ്കിൽ എന്ത് വരും? ഇവിടെ എന്തായിരിക്കും വരിക? ബാക്ക്വേർഡ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും കിടക്കുക? ഇതിൻ്റെ പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ്സ്, ദാറ്റ് ഇസ് 8. സോ ദാറ്റ് മീൻസ് ഇത് ഇങ്ങോട്ടും പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ എന്താ വരിക? ഇതിൻ്റെ പ്രീവിയസ് നോഡ് എന്താ? 3. സോ ഇറ്റ് വിൽ കണ്ടെയ്ൻ അഡ്രസ് 3. സോ ദിസ് ഓൾസോ പോയിന്റ്സ് ഹിയർ. ഓക്കെ, ഇനി ഇവിടെ എന്താ വരിക? ഇറ്റ് വിൽ കണ്ടെയ്ൻ ദ അഡ്രസ് 5. ദാറ്റ് മീൻസ് ദിസ് പോയിന്റ്സ് ഹിയർ. ഓക്കെ, അപ്പം യു ഹാവ് ഓൾ ദ പോയിന്റേഴ്സ്. ഇനി ഇവിടേക്ക് നമുക്ക് പ്രീവിയസ് നോഡ് ഒന്നുമില്ല, ദാറ്റ് ഇസ് ദ സ്റ്റാർട്ടിംഗ് നോഡ്. അതുകൊണ്ടാണ് ഇവിടെ നൾ അല്ലെങ്കിൽ 0 പോയിന്റർ ഇട്ട്. ഇവിടേക്ക് ഫോർവേഡ് ഒരു നോഡും ഇല്ല, അതുകൊണ്ട് ഇവിടെ 0 ഇട്ടു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇഫ് യു യൂസ് ദ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഇത് എടുക്കുകയാണെങ്കിൽ it indicates the fifth node. Okay, the first node with the address 5. ഇതിൻ്റെ ഫോർവേഡ് പോയിന്റർ വെച്ചിട്ട് 3, അപ്പോൾ it will go to the next node. ഇതിൻ്റെ ഫോർവേഡ് പോയിന്റർ 8, it goes to the next node. ഇതിൻ്റെ ഫോർവേഡ് പോയിന്റർ goes to the next node. Okay, ഇവിടെ വരുമ്പം ഫോർവേഡ് പോയിന്റർ ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് വെച്ച് സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് യൂസിങ് ദ ഫോർവേഡ് പോയിന്റർ യു ക്യാൻ ട്രാവേഴ്സ് ഇൻ ദ ഫോർവേഡ് ഡിറക്ഷൻ. ഇനി ഇവിടെ നോക്കുക, ലാസ്റ്റിൽ 4, ദാറ്റ് മീൻസ് ഇറ്റ് പോയിന്റ്സ് ടു ദിസ് നോഡ്. ഇതിൻ്റെ ബാക്ക്വേർഡ് എന്താ? 8 points to this node. ഇതിൻ്റെ ബാക്ക്വേർഡ് എന്താ? 3 points to this node. ഇതിൻ്റെ ബാക്ക്വേർഡ് എന്താ? 5, it points to this node. ഇവിടെ എൻഡായി. So using the last node, you point to the last node in the linked list and using the backward pointer you can traverse in the backward direction. അതാണ് ഇതിൻ്റെ ഗുണം. But in practice when we do, ലാബിലൊക്കെ നമ്മൾ ചെയ്യുമ്പം ഈ ലാസ്റ്റ് നോഡ് ഉപയോഗിക്കാറില്ല. ഇവിടെ നമ്മൾ അങ്ങ് നള്ളു കൊടുക്കുക ചെയ്യുക. പക്ഷേ ഇത്രയും ഭാഗം ഉണ്ടാവില്ല. അങ്ങനെയും നമുക്കതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദർ ആർ മെനി വേരിയേഷൻസ്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ലെറ്റ് us see how this works. Suppose location A and location B are location of nodes A and B. Location nodes A and B. ഇത് നമുക്ക് A എന്ന് വയ്ക്കാം, ഇത് നമുക്ക് B എന്ന് വയ്ക്കാം. സോ ഇതിൻ്റെ ലൊക്കേഷൻ A is equal to 3, ലൊക്കേഷൻ B is equal to 8. അതിൻ്റെ പേര് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഈ നോഡ് എ, ഈ നോഡ് ബി, ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താ? വെറും ലൊക്കേഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് എ ഇസ് 3, ലൊക്കേഷൻ ഓഫ് ബി ഇസ് 8. ഓക്കെ, നൗ വാട്ട് ഡു യു ഡു? വി ക്യാൻ സേ ഹിയർ ഫോർവേഡ് LOC ഇസ് ഈക്വൽ ടു LOC ഓഫ് ബി. നോക്കാം, ഫോർവേഡ് ഓഫ് LOC ഓഫ് എ നോക്കുക. ഫോർവേഡ് ഓഫ് LOC ഓഫ് എ എന്താ? 3. LOC of A is equal to 3.
Now forward of LOC എന്ന് പറഞ്ഞാൽ ഇതാണ് forward, ഇതാണ് back. Okay, what do you say? Forward of LOC of A equal to what? ഫോർവേഡിൻ്റെ അകത്ത് എന്താ കിടക്കുന്നത്? LOC of A is 3. 3യുടെ ഫോർവേഡ് ഭാഗത്ത് 8 ആണ് കിടക്കുന്നത്. 8 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു ലൊക്കേഷൻ ഓഫ് ബി. ഓക്കെ, ഇനി അതുപോലെ ബാക്ക് ഓഫ് LOC of B എന്താണ്? LOC of B is 8, അതായത് ഇറ്റ് പോയിന്റ്സ് ടു ദിസ് നോഡ്. അതിൻ്റെ ബാക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് 3. 3 എന്ന് പറയുന്നത് എന്താ? LOC of A. സോ വിച്ച് ഈസ് ഈക്വൽ ടു LOC of A. Okay, so this is one property. We can say that forward of LOC of A equal to LOC of B if and only if back of LOC B is equal to LOC of A. അതിൻ്റെ അർത്ഥം നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ, B follows A അല്ലെങ്കിൽ A precedes B. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം. ഈ അഡ്രസ്സ് കറക്റ്റ് വരണം എന്ന് ചുരുക്കം. അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ബാക്കിൽ എന്ത് വരണം? ഇതിൻ്റെ അഡ്രസ്സ് വരണം. ഇതിൻ്റെ ഫോർവേഡിൽ എന്ത് വരണം? ഇതിൻ്റെ അഡ്രസ്സ് വരണം. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ബി ഫോളോസ് എ അല്ലെങ്കിൽ എ പ്രിസീഡ്സ് ബി. ബി ഫോളോസ് ബി എക്ക് ശേഷം വരും അല്ലെങ്കിൽ എ ബിക്ക് മുമ്പ് വരും. അതായത് ഈ പോയിന്റർ അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ഇതിൻ്റെ അഡ്രസ്സും ഇവിടെ ഇതിൻ്റെ അഡ്രസ്സും വരുവാണെങ്കിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പോയിന്റർ പ്രോപ്പർട്ടി. Now how do you store these two-way linked lists in memory? Again, linear array പോലെ തന്നെ two-way lists are maintained in memory by means of linear arrays. But we need two pointer arrays, that is forward and backward, instead of one pointer array. നിങ്ങൾ പ്രീവിയസ് ക്ലാസ് എടുത്ത് നോക്കിയാൽ അറിയാം, മറ്റേന് നമുക്കൊരു ഇൻഫോയും ഒരു ലിങ്ക് അരേയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു ലിങ്ക് അരേക്ക് പകരം വി യൂസ് ദ ഇൻഫോ പാർട്ട്. ഫോർവേഡിന് ഒരു പോയിന്റർ ഉണ്ട്, ബാക്ക്വേർഡിന് ഒരു അരേ ഉണ്ട്. സോ ദീസ് അരേസ് വിൽ കണ്ടെയ്ൻ ദ പോയിന്റേഴ്സ് ടു ദ നെക്സ്റ്റ് നോഡ് ആൻഡ് ദിസ് വിൽ കണ്ടെയ്ൻ ദ പോയിന്റേഴ്സ് ടു ദ പ്രീവിയസ് നോഡ്. അപ്പോൾ ഇതൊരു അരേയാണ് വിച്ച് വിൽ കണ്ടെയ്ൻ ദ പോയിന്റർ അഡ്രസ്സസ്. ഇതിൻ്റെ അകത്താണ് we will have the info parts. So എങ്ങനെ വരും? ഇത് കൂടാതെ യു ഹാവ് ഫസ്റ്റ്, ലാസ്റ്റ് ആൻഡ് അവെയിൽ. ഓൾ റൈറ്റ്, ഇനി നമുക്ക് ഈ അരേ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇൻഫോ പാർട്ടിൽ ഓരോ വാല്യൂസ് കിടപ്പുണ്ട്. ഓക്കെ, സോ ദ ഫസ്റ്റിനകത്ത് എന്താ 5 ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 5 കൊടുക്കുന്നു. 5ൻ്റെ അകത്ത് ഇവിടെ, സോ ദിറ്റ് കെയിം ടു ദിസ് ഏരിയ. 5ൻ്റെ അകത്ത് എന്താണ് വന്നിരിക്കുന്നത്? സെയിം അരയാണ്, അതിൻ്റെ ഒരേ പൊസിഷനിലാണ് വരിക. ഇപ്പോൾ 1 to 8 ആണ്, ഇവിടെയും 1 to 8 ഉണ്ട്, ഇവിടെയും 1 to 8 ഉണ്ട്. അപ്പോൾ 5th പൊസിഷനിൽ ഇൻഫോ പാർട്ടിൽ റാം ആയിരുന്നു, അതവിടെ സ്റ്റോർ ചെയ്തു. ഇനി ഇതിൻ്റെ ഫോർവേഡിൽ എന്തായിരുന്നു? 3. അപ്പോൾ ഫോർവേഡിൻ്റെ 5th പൊസിഷനിൽ 3 സ്റ്റോർ ചെയ്തു. ബാക്ക്വേർഡിൽ എന്തായിരുന്നു? നള്ള്. സോ 5th പാർട്ടിൽ 0 വെച്ചു. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ ഫോർവേഡ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇത് 3യിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ 3യിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്യണം? സോ ഇതിൻ്റെ 3യിലേക്ക് ഫോർവേഡിലേക്ക് വന്നപ്പോൾ 3യുടെ ഇവിടെ കിടക്കുന്ന പ്രിയ ആയിരുന്നു. സോ യു ഹാവ് ഹിയർ 3യുടെ ഭാഗത്ത് പ്രിയ ഇട്ടു, 3യുടെ ഫോർവേഡിൽ 8 ഇട്ടു, ബാക്ക്വേർഡിൽ 5 ഇട്ടു. ഓക്കെ, നൗ ഇതിൻ്റെ ഫോർവേഡ് 8ലേക്ക് വരുന്നു. 8ൻ്റെ അകത്ത് അജയ് എന്നായിരുന്നു കിടന്നത്. സോ യു ഹാവ് ഹിയർ അജയ്, ഫോർവേഡിൽ 4 ഇട്ടു, ബാക്ക്വേർഡിൽ 3 ഇട്ടു. ഓക്കെ, യു നോ ദ നോഡ്സ്. അപ്പം ഇനി അതുപോലെ ഇതിൻ്റെ 4ത്തിലേക്ക് പോവുക. 4ത്തിലേക്ക് ദ ഇൻഫോ പാർട്ട് വാസ് ബോബി ആൻഡ് ഫോർവേഡ് വാസ് 0, ബാക്ക്വേർഡിൽ 8 വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് നോഡ് എന്താണ്? 4 ഇവിടെ വന്നു. ഓക്കെ, ഇനി എന്താ ചെയ്തിരിക്കുന്നത്? യു ഹാവ് എ വെയിൽ. നമ്മൾ പ്രീവിയസ് ഇതിൽ കൊടുത്ത പോലെ വെയിൽ ഇസ് ദ contain addresses of the free spaces in the linked list. So അവയിലകത്ത് നമുക്ക് ആദ്യം ഇവിടെ 7 കൊടുത്തു. 7ൻ്റെ അകത്ത് 7ൽ നിന്നും അടുത്ത ഏത് നെക്സ്റ്റ് പൊസിഷൻ 2 ആയിരുന്നു. 2ൽ നിന്ന് അടുത്ത് 6, 6ൽ നിന്ന് 1, 1ൽ നിന്ന് പിന്നെ കഴിഞ്ഞു 0. ഇവിടെ ബാക്ക്വേർഡ് ഇല്ല. അപ്പം ഒരു ഫോർവേഡ് പോയിന്ററിലേക്ക് മാത്രം, അതായത് നെക്സ്റ്റ് നോഡ് മാത്രമേ അറിയുന്നുള്ളൂ, ബാക്ക്വേർഡ് വരുന്നില്ല അവയിലിൻ്റെ അകത്ത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു റെപ്രസെൻറ്റ് ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ഇൻ ആൻ അറേ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം. 5ലേക്ക് വരിക, 5 കിട്ടിക്കഴിഞ്ഞാൽ
5ൻ്റെ ഫോർവേഡ് പോയിന്റിൽ പോയ പിന്നെ പ്രിയയുടെ ഫോർവേഡ് പോയിന്റിൽ പോയ അജയുടെ ഫോർവേഡ് പോയിന്റിൽ പോയി കഴിഞ്ഞാൽ ബോബി കഴിഞ്ഞാൽ ഒന്നുമില്ല. അങ്ങനെ ട്രാവേഴ്സ് ചെയ്യാം. ഇനി ലാസ്റ്റിൽ നിന്നാണെങ്കിൽ ലാസ്റ്റ് എന്താ 4 എന്ന് പറയുമ്പോൾ ബോബിയുടെ ബാക്ക്വേർഡിൽ നിന്ന് 8 അജയ് അല്ലേ, 8 അജയിൻ്റെ ബാക്ക്വേർഡ് എന്താ 3, ദാറ്റ് ഇസ് പ്രിയ, ദാറ്റ് വി ഹാവ് ഹിയർ പ്രിയയുടെ ബാക്ക്വേർഡ് എന്താ 5, ദാറ്റ് ഇസ് റാം കഴിഞ്ഞാൽ ബാക്ക്വേർഡ് ഒന്നുമില്ല. So you can traverse using these addresses also, the first and the last addresses. So this is the basics of a doubly linked list. Now we will have to implement this. First we have to study the algorithm and then implement it using a program. അപ്പോൾ നിങ്ങൾ ലിങ്ക് ലിസ്റ്റ് ചെയ്ത പോലെ തന്നെ വേണ്ടി വരും. അപ്പോൾ എല്ലാ അൽഗോരിതം വർക്ക് ചെയ്യില്ല, നിങ്ങൾക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. യു ഹാവ് ടു ട്രൈ ഡൂയിങ് ഇറ്റ്. ഓക്കെ.